മുക്താണ് അങ്ങനെ വീണ്ടും നമ്മളെ ബാവക്കാനെ എടുത്തേക്കാൻ വന്നത്. ബാവക്കാനെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് കാറ് പരിചയപ്പെടുത്തി തരാം. 2022 മോഡല് CNG 2021 CNG എർട്ടിഗാണ് വരുന്നത്. 7 സീറ്ററാണ്. എന്തായാലും ഒരു 28-29 മൈലേജ് എന്തായാലും കിട്ടും. നല്ല മൈലേജ് കിട്ടുന്ന CNG വണ്ടി, അത് നല്ലൊരു ഓഫർ പ്രൈസിന്. ഇത് കൂടാതെ തന്നെ 2016 റിഡ്സ് വരുന്നുണ്ട് CNG. അതൊരു ഏകദേശം 30 മൈലേജ് എന്തായാലും കിട്ടും. അതൊക്കെ ചോദിക്കാൻ പോകുന്ന പ്രൈസ് പറഞ്ഞാൽ 2,60,000 രൂപ. അതല്ലാതെ വേറെ ഏതോ CNG കൂടി ഇല്ലേ? ഇത് അതല്ലാതെ പിന്നെ ഇത് CNG അല്ലേ? എർട്ടിഗ CNG. ഇതേതാ മോഡൽ വരുന്നത്? 2015 CNG. എത്ര റേറ്റ് ചോദിക്കണേ? 5,40,000 രൂപ. ഇതൊക്കെ 7 സീറ്റർ ആണ് പറഞ്ഞത്. 28-29 മൈലേജ് എന്തായാലും കിട്ടും. ഈ പ്രാവശ്യം നമ്മൾ ബാവക്കാരെ എടുത്താൽ വന്നിട്ടുള്ളത്. ഒരുപാട് വണ്ടിയുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന വോൾസാന്റെ പോളോ 2021 GT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ? 38,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. അൺടച്ചപ്പ്, ഒരു ടച്ചപ്പും ഇല്ലാന്ന്. വെല്ലുവിളിക്കുണ്ടോ നിങ്ങള്? എന്ത് വെല്ലുവിളിയാ ഇവിടെ? ഞാൻ ഇവിടെ നിന്ന് കാണിച്ചെന്നാ എനിക്കെന്ത് വെല്ലുവിളി വരും? ടോട്ടൽ ലോസ്, ഫ്ലഡ്, അപ്രോണ് പോയൊരു വണ്ടി എന്റെ ഷെഡിൽ കാട്ടി തരാണ്. ഇതിൽ ഏത് വണ്ടി നിങ്ങൾക്ക് ചാട്ടാക്കിയാണ് പോവാ. ഉറപ്പാ? 100 ചില്ലാൻ വണ്ടി ഉണ്ട്, നിങ്ങൾ തുറന്നു നോക്കിക്കോളെ. 100 ചില്ലാൻ വണ്ടി ഉണ്ട്, തുറന്നു നോക്കിക്കോളെ. ഒരു വണ്ടിക്കും ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാ. ഉറപ്പാണ്. ഈ ഷെഡില് MKന്റെ ഈ ഗ്രൗണ്ടിൽ ഒരു വണ്ടിക്കും അപ്രോണ് പോയ വണ്ടി, ടോട്ടലോസ് വണ്ടി, ഫ്ലഡ് വണ്ടി നിങ്ങൾ കാണിച്ചു തരാണ്. ഇതിൽ ഏതാ വില കൂടിയ വണ്ടി നിങ്ങൾ കൊണ്ടേക്കോളൂ. അല്ല ഇനി പിന്നെ മാറ്റി പറയില്ലല്ലോ? മാറ്റം പാവാക്കില്ല, ഒറ്റ വാക്ക്. ആ ഫിഗോ പോയൊക്കെ അതിന്റെ ഇഞ്ചർ റൂം തുറന്ന സൂപ്പറാ. ഇപ്പൊ ഏറ്റവും കുറഞ്ഞ വണ്ടി അതാണ് ഇവിടെ ഉള്ളത്. ഏത് വണ്ടി നോക്കിക്കോളീൻ. പതറിക്കണോ? ഒരു ഈ സ്റ്റാൻഡിൽ നിന്നാണ് പറയും. ഈ സ്റ്റാൻഡിൽ നിന്നാണ്ട് പറയും. ഹിസ്റ്ററി എടുത്തോളി. ഇവിടെ 100 ചില്ലാൻ വണ്ടി ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളി. എന്തെങ്കിലും മൈനോട്ടെ ഒരു ഡിക്ക് ഗ്ലാസ് മാറുക, ഡോർ ഗ്ലാസ് മാറുക, ചെറിയ മൈനോട്ട് പ്രശ്നം. പക്ഷെ ഇയാൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ മാരുതിനായിട്ട് ചെറിയ ടൈപ്പ് ഉണ്ടോന്ന് തോന്നുന്നുണ്ട്. കാരണം മാരുതിന്റെ വണ്ടികളൊക്കെ 28,000-25,000 കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നു. നമ്മളടുത്ത് നോക്കിങ്ങളെ 99% വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കാരണം. പിന്നെ രണ്ടാമത്തെ ഓണർ ഞാൻ എന്താ പറയാ 5-10 കൂടുതൽ കൊടുത്താലും വിഷയമാക്കണ്ട. കാരണം എന്താ അറിയോ, നമ്മള് വണ്ടി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നാളെ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കുകയാണെന്ന് ഒരു കാര്യമില്ല. കാരണം 5-10 കൂടുതൽ കൊടുത്താലും നല്ല സുഖത്തിൽ യാത്ര ചെയ്യാം, ഒരു ടെൻഷനും അടിക്കണ്ട. പിന്നെ ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഇതെന്താ സംഗതി എന്താ അറിയോ, നമ്മളിവര് വണ്ടി കാണിച്ചു കഴിഞ്ഞിട്ട് ഇവര് മുക്താർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാതെ വണ്ടിയോട് എടുത്തു പോവാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ബാവക്കാണോ മുക്താറാണോ മനുഷ്യരാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എടുക്കാൻ പോണ സാധനം നിങ്ങൾ നോക്കിക്കോട്ടെ. 99% നമ്മൾ 100% ഗ്യാരണ്ടി ആയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അല്ല വേറെ കാര്യം, നിങ്ങൾ 110% ഗ്യാരണ്ടി കൊടുത്താലും അവര് നോക്കാനാണ് ഇരുമ്പിന് ജീവട്ടാണ്, മനുഷ്യൻക്ക് തന്നെ ഗ്യാരണ്ടി പിന്നാണ്. അപ്പൊ എന്തായാലും ഞാൻ ബാവക്കാന നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കാം. ബാഗ് വിളിച്ചോളി, നേരെ വീഡിയോയിലൊക്കെ നമ്മൾ പോവാം. നമ്മൾ ബസ് തന്നെ GT പോളോ തന്നെ തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? 2021. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 38,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ്. 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. പമ്പർമേല് വരെ ടച്ചിങ് ഇല്ല, കാരണം ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ അല്ലേ? ലാസ്റ്റ് ഫൈനൽ ഡീസൽ അല്ല, പെട്രോൾ. ഇത് 11 ലക്ഷം റുപ്യ കൊടുക്കാൻ പറ്റും. എത്ര ലോൺ കയറും? ഇതിമേ ഏകദേശം ട്രാക്കും കാര്യമുള്ളവർക്കാണ് ഒരു 8-9 ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ യാരിസോ? ഇതും ഓടിയും കിട്ടാത്ത വണ്ടി തന്നെ. CVT ഓട്ടോമാറ്റിക്. 2016 വണ്ടി. 6.5 ലക്ഷം റുപ്യ കൊടുക്കാം. ZXi+ ആണ്. അലോയ്സ് ചെയ്തേക്കണോ, എക്സ്ട്രാ സ്കേർട്ട് ചെയ്തേക്കണോ, ബാക്കില് ലൈറ്റ് മാറിയിക്കണോ, ഫ്രണ്ടില് ലൈറ്റ് മാറ്റിക്കണോ. ലൈറ്റ് മാറ്റിക്കണോ പറഞ്ഞ തട്ടിട്ട് മാറിയല്ല, പ്രൊജക്ടർ ചെയ്താണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 6.5 ലക്ഷം റുപ്യ. ഞാൻ എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തു. എത്ര ലോൺ വരും? ഇതിന്മേ നമുക്കൊരു 5.25 ലക്ഷം റുപ്യ ലോണും ചെയ്തു. ഓക്കെ. ഈ ഒരു ജീപ്പ് കൊടുക്കാറുള്ളത് കൊടുത്ത ഗുണം ബ്രസർ 2017 വണ്ടിയാ. ഇന്നലെ വന്നിട്ടുള്ളൂ. ഡീസൽ പെട്രോളോ? ഡീസൽ ZDI+ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1.5 ലെവലിലോട്ടുണ്ട്. ഒന്നുമില്ല. ഒരു ആ സൈഡിലെ ഡോർ ഗ്ലാസ് മാറി. ഇത് നമുക്ക് 7 ലക്ഷം റുപ്യ, 7,10,000 റുപ്യ, 7 ലക്ഷം റുപ്യൊക്കെ
ഫുള്ള് ലോണിന് കൊടുക്കാം. അതില് ഇന്ന് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വന്നിട്ടുള്ളൂ. വന്ന് ഒരാഴ്ചന്റെ കയ്യിൽ തന്നെയാണ്. അതിനാകെ ചളി പിടിയേക്കണ്ടേ. റിഡ്സ് 2012 വണ്ടിയാണ്. ന്യൂ ഷേപ്പില് ഡീസൽ VDI വണ്ടി. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,10,000 ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി വണ്ടി ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഇത് നമുക്ക് 2,65,000 ഒരു 2 ലക്ഷം റുപ്യന്റെ അടുത്ത് ലോൺ ചെയ്ത് ബ്ലാക്ക് സ്വിഫ്റ്റ് നോക്കണ്ട, സോൾഡ് ആണ്. ചെറുവണ്ടി കൊടുക്കാം. ടാറ്റ ഇൻഡിക വിസ്റ്റ ഓട്ടോജറ്റിന്റെ ചെറിയ പൈസ കൊടുക്കാം. 2012 വണ്ടി 1,25,000 റുപ്യ കൊടുക്കാം. 2012 1,25,000. കിഡ് 2,35 കൊടുക്കാം. ഇത് 2016 വണ്ടിയാണ്. RXL സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 60,000. ഒന്നുമില്ല. ഇത് 2,35 2 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. ഇയോണ് 2014 മേഘന പ്ലസ് ആണ്. ക്ലീൻ വണ്ടി, 2ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 80,000. ഒന്നുമില്ല. 2,10,000 റുപ്യ കൊടുക്കും. മൈക്ര ഓട്ടോമാറ്റിക്കാ. 2014 വണ്ടിയാണ്. XV പ്രീമിയം ഷാർട്ട് തന്നെ ഉണ്ട്. ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനല് 3.5 ലക്ഷം റുപ്യ. 60 കേട്ടോ. ഇത് മാനുവൽ ഡീസല്. ഓണർഷിപ്പ് 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ 1.5 ലക്ഷം. ഒന്നുമില്ല. ഇത് 2,10,000 രൂപ കൊടുക്കും. ഈ ഗ്ലാസ് എന്താ നിങ്ങൾ ഒട്ടിച്ചതാണ്? ഗ്ലാസ് മാറിയതാണ്. കാണിച്ചു കൊടുക്കണ്ട, അത് പോളിഷ് ഒക്കെ ചെയ്യാണ്ട് പണിയുണ്ട്. ഈ ഒരു ഇത് 2012 വണ്ടി GDSP സിംഗിൾ ഓണറിലുള്ള വണ്ടിയാണ്. 2ാമത്തെ ഓണർക്ക് ഞമ്മക്ക് കേരളത്തിൽ ഓടി മാറ്റി കൊടുക്കാം. HR-ലാണ് നമ്പർ ഉള്ളത്. മാറി കൊടുക്കാം. കേരളത്തിൽ ഓടി ഒന്നുമില്ല. ഇത് നമുക്ക് 3.25 ലക്ഷം റുപ്യ കൊടുക്കും. 3.25 ലക്ഷം റുപ്യ 2012 വണ്ടി. പറയണ്ട, പുറത്തെ വണ്ടിയില്ലേ, ചെറുതായിട്ടുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. റിഡ്സ് 2009 ഫുൾ പേപ്പറില്. ഡീസലോ പെട്രോളോ? ഇത് ഡീസല്. ഓണർഷിപ്പ് 3 കിലോമീറ്റർ 160. ഒന്നുമില്ല. ഇത് നമുക്ക് 180 ഫുൾ പേപ്പർ. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ റിന്യൂവല്. 180. നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് സിഗ്നേച്ചർ എഡിഷനില് എക്കോസ്പോർട്ട്. ടൈറ്റാനിയം സൺറൂഫ് ടൈപ്പ്. 2018 സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് തന്നെ. ഒന്നുമില്ല. ഫൈനല് 6.25 ലക്ഷം റുപ്യ കൊടുക്കും. എത്ര ഓട്ടോ ഓടിക്കുന്നത്? 1,90,000 A to Z കമ്പനി. 1,90,000 ഓടിന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് A to Z കമ്പനി. എത്ര ലോൺ കയറും? അത് 6 ലക്ഷം റുപ്യ സിവിൽ ഉള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. 2011 VXI. ഈ വണ്ടി കേട്ടോ. ഫൈനൽ 1,60,000 റുപ്യ കൊടുക്കും. 2011 എത്ര ഓട്ടോ ഓടിക്കുന്നത്? 90,000 കിലോമീറ്റർ. ഫോർഡ് ഫിഗോ ഒരു 1,40 കൊടുക്കാം നമുക്ക്. ഏതാ മോഡല്? 2012. ഏതാ ഓപ്ഷൻ? ഇത് AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 85,000. ഇല്ല. ലാസ്റ്റ് 1,40. ഈ നാനോ 2015 ഡിക്കോപ്പൺ. 2015 ഡിക്കോപ്പൺ. 90,000 കിലോമീറ്റർ. ഇത് നമുക്ക് 1,30,000. 1.25 ലക്ഷം റുപ്യ കൊടുക്കാം. ഈ ഡാറ്റ്സിന്റെ കൊടുത്തതാ. ഈ റിഡ്സ് 2014 വണ്ടിയാ. ഡീസലോ പെട്രോളോ? ഡീസല്. ഓണർഷിപ്പ് സിംഗിള്. കിലോമീറ്റർ 90. ഒന്നുമില്ല. ഇത് 3.55. 3.60 ആണ്. 3.55 നമ്മള് കൊടുക്കാം നമുക്ക്. ഈ വണ്ടി കേട്ടോ. ഈ ബൊലോറോ 2013 വണ്ടിയാ. 4 പുതിയതുണ്ട്. അടി തുരുമ്പും കാര്യം ഒന്നുമില്ല.
ഓക്കെ ലാസ്റ്റ് ഫൈനൽ എത്ര ചോദിക്കുന്നത്? ഏതാ ഓപ്ഷൻ വരുന്നത്? 4,500 റുപ്യ. ഏതാ ഓപ്ഷൻ വരുന്നത്? SLX. SLX 4,5 ലക്ഷം റുപ്യ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ജീപ്പ് ഒരു സംഭവല്ലേ, ഇത് ഫുള്ള് എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്താണല്ലോ. ഇത് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? 6,5 ലക്ഷം റുപ്യ. ഏതാ മോഡൽ വരുന്നത്? 2013 വണ്ടിയാ. 2013. ഇത് ഏതാ പഞ്ചാബിന്റെ വണ്ടിയാന്ന് തോന്നുന്നു. പഞ്ചാബല്ല, കേരള വണ്ടിയാണ്. പഞ്ചാബിന്റെ വണ്ടി ഓണർ വണ്ടി പഞ്ചാബിന്റെ ക്വാളിറ്റി ചെയ്തതാണ്. 22 നമ്പർ. 22 നമുക്കൊരു ഫോർച്യൂണറും കൊടുക്കാം. ഓക്കെ ഇത് അഥവാ 2 വണ്ടി വേണമെന്ന് പറഞ്ഞവർക്ക് ഒരേ നമ്പറിൽ 2 വണ്ടി കൊടുക്കാം. ഓക്കെ ഈ ഇനോവ 2013 G4 അല്ലേ? G4 അല്ല, V ആണ്. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 1.85 കറക്റ്റ് സർവീസാ. ഒന്നുമില്ല. എത്രക്ക് കൊടുക്കും? എത്ര കൊടുക്കും? 2013 13 V. 6 റുപ്യക്ക് അങ്ങനെ കുട്ടോ V? 7,90,000 ഞാൻ മാക്സിമം കുറച്ചിട്ടേ പറയുള്ളൂ. ഞാൻ കസ്റ്റമേഴ്സിന് ലക്ഷം റുപ്യ എല്ലാരും ചോദിച്ചില്ലേ നല്ല വണ്ടിക്ക്? 7,900 അല്ലേ? ഇനി എന്തെങ്കിലും ചെറിയ മാറ്റം വിത്ത് കേരള നമ്പർ ആക്കിയിട്ട് നമ്പർ ആയി. ഇന്റർകൂളർ ഇഞ്ചൻ ഈ വണ്ടി. ഞാൻ നാനോ അങ്ങനെ ഡീറ്റെയിൽസ് തരുന്നത്? നാനോ ഓട്ടോമാറ്റിക് ആണ്. ഏതാ മോഡല്? 2017 വണ്ടി. 2017. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? അത് നമുക്ക് ഓട്ടോമാറ്റിക്കാ ഒരു 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. ഓക്കെ ഈ ZNS-ലോ? ZNS-ലോ 1.10 കൊടുക്കാം. 2007 ഫുള്ള് പേപ്പർ. 2007 ഫുൾ പേപ്പർ. ZNS-ലോ 1.10 കൊടുക്കാം. ഓക്കെ ഈ ഒരു i20 സ്പോർട്സ് 2023 വണ്ടിയാണ്. 2023 സ്പോർട്സ് 23 വണ്ടി. 50,000 സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ അല്ലേ? പെട്രോൾ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് 7 ലക്ഷം റുപ്യ കൊടുക്കാം. 7 ലക്ഷം റുപ്യ ഫൈനൽ. 7,5 ലക്ഷം റുപ്യ ലോണും കയറും. ഓക്കെ ഡീറ്റെയിൽസ് 2012 മൂന്നാമത്തെ ഓണറിലെ നമ്പറായ വണ്ടി. ഇതിന്റെ നമ്പർ KL10BH2222. ഓക്കെ 2 വീൽ ഓട്ടോമാറ്റിക് ആണോ? 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കമ്പനി സർവീസ് 1.85 ഓട്ടോ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര തരണോ? നമ്മൾ 12 ലക്ഷം റുപ്യ. 12 ലക്ഷം എനിക്കാണെങ്കിൽ ഇൻഷുറൻസ് കൂടി പുതിയ എടുത്തരാം. അതല്ല എനിക്കാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ട് 10 റുപ്യ കൂടി കമ്മിയാക്കി തരാം. 12-40. എത്ര ലോൺ കയറും? ഏകദേശം ഒരു 9 ലക്ഷം റുപ്യ. 9 ലക്ഷം റുപ്യക്ക്. ഓക്കെ അപ്പൊ എന്തായാലും 3,40,000 വണ്ടി ഫോർച്യൂണർ സുഖമായിട്ട് സുഖമായിട്ട് ഇറക്കാം. അതും 4 പുത്തൻ ടയർ ക്ലീൻ വണ്ടി. ആ ഒരു ഇനോവ 2015 റീ ആയ വണ്ടിയാണ്. A to Z കമ്പനി സർവീസ്. 90,000 കിലോമീറ്റർ സർവീസ് പെടുത്തണം. 90,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ്. കമ്പനിയിൽ നിന്ന് എടുത്ത G4 ആണോ? G4 ആണോ? V ഓപ്ഷൻ ആണ്. ഇന്റർകൂളർ. ഓക്കെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 10 ലക്ഷം റുപ്യ കൊടുക്കും. എത്ര ലോൺ കയറും? ഇത് 9 ലക്ഷം റുപ്യ ലോൺ കൊടുക്കും. ഓക്കെ ഈ ഒരു ഇനോവ 2014 വണ്ടിയാ. 2014 വണ്ടി സ്കാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? V ആണ് വരുന്നത്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 2 ലാക്ക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 9.30 കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് ഒരു 8.5 ലക്ഷം റുപ്യ ലോൺ. ഓക്കെ ഈ ഒരു ഫോർച്യൂണറോ? ഫോർച്യൂണർ 2010 മാനുവല്. 10 മാനുവലേ വരുള്ളൂ. 4x4 മാനുവൽ 4 അലോയ്സ് കാര്യങ്ങളൊക്കെ ന്യൂ ഷേപ്പ് ഒക്കെ മാറിക്കണു. TR ടിക്കറ്റ് ചെയ്തേക്കണു. ഫുള്ള് ന്യൂ ഷേപ്പ് ഒക്കെ മാറിയ വണ്ടി. 9 ലക്ഷം റുപ്യാണ്. ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്തു. 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ ഈ ഒരു ക്രിസ്റ്റ 17 V ഓപ്ഷൻ വണ്ടി. 2017 V ഓപ്ഷൻ 1,30,000 കറക്റ്റ് സർവീസ്. 1.30 സർവീസ് പെടുത്തണം. ഒന്നുമില്ല. ഇത് നമുക്ക് 17 ലക്ഷം റുപ്യ കൊടുക്കും. 17 ലക്ഷം രൂപ. എത്ര ലോഡ് കയറും? ഇത് നമുക്ക് 13 ലക്ഷം റുപ്യ. 13 ലക്ഷം 14 ചെയ്ത് കൊടുക്കാം. IT ഒക്കെ ചെയ്യേണ്ട. അതേമാതിരി ഡ്രൈവർ 2019 വണ്ടി. ഫുള്ളിന്റെ നേരെ താഴെ വരുന്ന വണ്ടി. സെൻട്രൈസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 4.25 ലക്ഷം റുപ്യ കൊടുക്കാം. 4.25 ലക്ഷം റുപ്യ ലോൺ ചെയ്യും. ഫുൾ ലോൺ ചെയ്ത് കറക്റ്റ് സോൾഡാ. സത്യം പറയാലോ ബാവക്ക, ഇതിന്റെ ഒരു കരിമ്പുലി വരാണെങ്കിൽ ബ്ലാക്ക് വരാണെങ്കിൽ എനിക്ക് വേണം കേട്ടോ. ഞാൻ കറ്റ ബ്ലാക്ക് നോക്കി നടക്കാണ്. ഓക്കെ ഈ ഫോർച്യൂണർ 2012 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് നമ്പർ ആയിട്ടില്ല. കേരളത്തിൽ ഓടി നമ്പറാക്കി കൊടുക്കാം. നമ്പറാക്കി കൊടുക്കാം. ഓടി നമ്പറാക്കി എത്ര 12 ലക്ഷം റുപ്യക്ക് ഓഫറിൽ നമുക്ക് കൊടുക്കും. ക്ലീൻ വണ്ടി. എത്ര ഓട്ടോ ഓടിക്കുന്നത്? 2,30,000 ഓട്ടോ. ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത്. ഓക്കെ ഈ ഒരു ഇനോവ 2015 G4 റീ ആയ വണ്ടി. രണ്ടാമത്തെ ഓണറിൽ.
കിലോമീറ്റർ 1.5 ലക്ഷം. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 9.30 ഇതും കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ ലോൺ. 8.5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ആൾട്ടോ എങ്ങനെ? 14,000 കിലോമീറ്റർ. നിങ്ങൾ എന്താ ഈ വലിയൊരു വണ്ടിയുടെ ഇടയിൽ കൂടി ഈ ആൾട്ടോ കൊണ്ടുപോയിട്ട്? ആൾട്ടോ എല്ലാരും നമ്മള് സെറ്റ് ആക്കണ്ടേ. ചെറിയ ഓട്ടോയുടെ വണ്ടി ചോദിച്ചിട്ടുള്ളതാണ് ഈ ആൾട്ടോ. ഏതാ മോഡൽ വരുന്നത്? 21 എത്ര 14,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഒന്നുമില്ല. MK യൂസ്ഡ് കാർ നിങ്ങൾ റീപ്ലേസ് വെച്ചിട്ട് ഞാൻ ചോദിക്കൂ. ഉത്തരവാദിത്വം റീപ്ലേസ് വെച്ചിട്ട് കാര്യമില്ല. ചെറിയൊരു മൈന്യൂട്ട് ഏതെങ്കിലും വണ്ടി ഗ്ലാസോ കാര്യം ഉണ്ടെങ്കിലും ഉണ്ടാവും. എന്നാള് ബ്രേസ് ഒക്കെ പറഞ്ഞു അത്ര ഉണ്ടാവും. ഇത് എത്ര ലാസ്റ്റ് ഫൈനല്? ഇത് നമുക്ക് 3,85,000 രൂപ. 3,85,000 ചെറിയ ഓട്ടോ ഓടിയ വണ്ടി. ഇൻഷുറൻസ് കൊടുത്തോ. ഈ വാഗണറോ? വാഗണർ 2017 വണ്ടി. 2017 VXI അല്ലേ? VXI വണ്ടി 40,000 ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർ. ഇല്ല. ലാസ്റ്റ് ഫൈനല് 4,10,000 4 രൂപ കൊടുക്കും. 4 രൂപ മാക്സ് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് 2013 എത്തിയോസ് ലിവ. റീ ആയതാണ് രണ്ടാമത്തെ ഓണർ. 2013. എത്ര കൊടുക്കും ലാസ്റ്റ്? ഇത് നമുക്ക് 3,60,000 രൂപ. ഓൺഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നെ ന്യൂ ഷേപ്പിൽ വണ്ടി. കിലോമീറ്റർ 1,80,000. ഒന്നുമില്ല. എത്ര ലോൺ കയറും? ഒരു 3 ലക്ഷം രൂപ ചെയ്തു. റിഡ്സ് ചെറിയൊരു പൈസ കൊടുക്കാം നമുക്ക്. 2,10,000 രൂപയ്ക്ക് 2011 വണ്ടി. 2011 2,10,000 രൂപ. ഡീസൽ രണ്ടാമത്തെ ഓണർ 1,60 ഓട്ടം. ഒന്നുമില്ല. എർട്ടിക 2015. ഡീസൽ പെട്രോൾ അല്ലേ? പെട്രോൾ CNG. CNG എത്ര മൈലേജ് ഇത് പറയണേ? CNG 30 കമ്പനി പറയും. ഒരു 22-25 വരെ കിട്ടുന്നുണ്ട്. 25 എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും. ഓക്കെ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുക്കാം. 5,40,000 കമ്പനി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മിച്ചിലിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് CNG അല്ല, LPG. ഏതാ മോഡല്? 2012 വണ്ടിയാ. 2012 മോഡല്. എത്ര വയ്ക്കുന്നത്? 1,60,000 രൂപ കൊടുക്കാം. പക്ഷെ ഇത് CNGക്ക് ഓടാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് കഴിച്ച് ക്ലീൻ ആക്കേണ്ടി വരും. എന്താ വെച്ചാൽ 4,000 കിലോമീറ്ററിൽ ഞാൻ കൊടുത്താണ് ഈ വണ്ടി. ഇപ്പൊ 90,000 കിലോമീറ്റർ ആയിക്കോളും. പക്ഷെ ആ ഓട്ടൊന്നും CNGക്ക് ഓടിയിട്ടില്ല, അല്ല LPGക്ക്. അപ്പൊ എന്ത് ചെയ്യണം? LPGക്ക് ഓടാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യണം? കഴിച്ച് ക്ലീൻ ആക്കി സെറ്റ് ആക്കേണ്ടി വരും. നെക്സ്റ്റ് വരുന്നത് ഈ എർട്ടിക 2012 വണ്ടി. ZDI. 2012 ഓണർഷിപ്പ് 3. കിലോമീറ്റർ 1,80,000. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക്. 4 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. ഈ എർട്ടിക ഒരുപാട് വണ്ടി ഉണ്ടല്ലോ. എർട്ടിക വീണ്ടും CNG. ഇത് ഏതാ മോഡൽ? CNG ഏതാ മോഡല്? 2021 വണ്ടിയാ. ഇത് കമ്പനി CNG. കമ്പനി CNG. 2021 കമ്പനി CNG. എത്ര കമ്പനി പറയണേ? കമ്പനി 30-32 ഒക്കെ പറയുന്നുണ്ട്. ഞാനിത് ഓടിയിട്ട് 20-28 കിട്ടുന്നുണ്ട്. 27-28 എന്തായാലും കിട്ടിക്കണേ. ഒരു ഫാമിലി ട്രിപ്പ് ഒക്കെ ഞങ്ങൾ തരും. ഒരു 7 സീറ്റർ വണ്ടിയല്ലേ? 4 സീറ്റർ 5 സീറ്റർ അല്ലല്ലോ, 7 സീറ്റർ അല്ലേ? 2022 മോഡൽ. ഓണർഷിപ്പ് 21 മോഡല്. കിലോമീറ്ററോ? സിംഗിൾ ഓണർ വണ്ടി 1 സംതിങ് ഓട്ടം. റീപ്ലേസ് എന്താണോ? ലാസ്റ്റ് ഫൈനൽ കറക്റ്റ് 10 സർവീസ്. ലാസ്റ്റ് ഫൈനൽ 8,60,000 രൂപ. 8,60,000 2016 CNG ഒരു 27 മൈലേജ് കിട്ടുന്ന 7 സീറ്റർ. സിബില് ബാങ്കിങ് അത്യാവശ്യം ബാങ്കിങ് 800 സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 8,70 ലോൺ കിട്ടും ഈ വണ്ടി മേലെ. സിവില് വേണം, ബാങ്കിങ് വേണം കേട്ടോ. അല്ലാഞ്ഞാല് കസ്റ്റമർ വിളിച്ചാൽ ചോദിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ 750 നടക്കൂലേ? നെക്സ്റ്റ് വരുന്നതാണ് i20 ഏതാ മോഡൽ വരുന്നത്? 2019 ഡീസൽ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1,10. ലാസ്റ്റ് സർവീസ്. ഇത് 7 ലക്ഷം രൂപ. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ TUV 2016 ഓട്ടോമാറ്റിക്. 2016 ഓട്ടോമാറ്റിക് കിടിലം വണ്ടി. ഓണർഷിപ്പ് 2. കിലോമീറ്റർ 1,10. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്ക് 5 ലക്ഷം രൂപ. 5 ലക്ഷം മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. നിസാന്റെ ടറാനോ 85 അതില് ഫുൾ ഓപ്ഷൻ. 85 ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1,40. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഫൈനൽ റേറ്റ് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. നെക്സോൺ ഏതാ ഓപ്ഷൻ വരുന്നത്? XM. 2017
18 2012 ബോഡിമ ടച്ച് അപ്പ് കയറാത്തണ്ട്. ഓക്കെ എത്ര കിലോമീറ്റർ 4 പുത്തൻടയർ കാര്യങ്ങളുണ്ട്. 110 ഓട്ടം. 110 റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ടച്ചിങ് കയറിയില്ല, റീപ്ലേസ്. ഞാൻ ചോദിക്കും നിങ്ങൾ അഥവാ മാറി പറഞ്ഞാലോ. അത് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ ലാസ്റ്റ് ഫൈനൽ എത്ര? ഫൈനൽ നമുക്ക് 6 ലക്ഷം റുപ്യ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തു. 6 ലക്ഷം റുപ്യ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു ഐറ്റൺ ഏതാ മോഡല്? ഐറ്റന് ചെറിയ ഓഫറിൽ കൊടുക്കാം. 2,10,000 റുപ്യക്ക് 14 വണ്ടി കൊടുക്കാം. 2014 മോഡൽ ഐറ്റൺ 2,10,000 റുപ്യക്ക് ഐറ്റം വരുന്നത്. ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2013 ആസ്ട്ര ഓപ്ഷനല്ലേ? കൊടുക്കോ? അല്ല 2014 നിങ്ങൾ 2,10 എടുത്തില്ലേ? അത് ഒരു ഓഫർ. അപ്പൊ അതിനെക്കാട്ടി വലിയ ഓഫർ കൂടെ ഇത് ഐറ്റം ഗ്രാൻഡ് ആണ്. അല്ല നമ്മൾ അതിനെക്കാട്ടി വലിയ ഓഫർ 3.5 ലക്ഷം റുപ്യ. 3 ലക്ഷം റുപ്യ 2013 മോഡല്. ഓക്കെ ഈ വാഗണർ ഏതാ? വാഗണർ ഓടിക്കേണ്ട കിലോമീറ്റർ നോക്കാണേ. എത്ര കിലോമീറ്ററാ? 8,000 കിലോമീറ്റർ. 8,000 കിലോമീറ്റർ. ഏതാ മോഡൽ വരുന്നത്? 2022. ഏതാ ഓപ്ഷന്? ZXi Plus. ZXi Plus 2022 8,000 കിലോമീറ്റർ ഓടിച്ചു. 8,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓടാൻ മറന്നുപോയ വണ്ടി. ഓടാൻ മറന്നു പോയതാണ്. സ്കേർട്ടും കാര്യം 65 റുപ്യന്റെ. അത് നമ്മൾ അതുപോലെ വെച്ചോണ്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതെ, കമ്പനിന്ന് ചെയ്തോണം. ലാസ്റ്റ് പൈസ പോയി. ഈ കിട്ടുന്നവന് ലക്ക 6,75,000 റുപ്യ. 6,75 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു വാഗണറോ? ഇത് 2020 വണ്ടി. 2020 വണ്ടി. ഓൺഷിപ്പ് സിംഗിള്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? ഇത് 4 ലക്ഷം റുപ്യ ഫൈനൽ ചെയ്ത് കൊടുക്കും. 4 ലക്ഷം റുപ്യ ഫൈനൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു വാഗണറോ? വാഗണർ 2013. 60,000 ഓടിയ രണ്ടാമത്താണ്. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? ഇത് നമുക്ക് 3 ലക്ഷം റുപ്യ. 3 ലക്ഷം റുപ്യ മാക്സിമം ലോൺ ചെയ്ത് ഡബിൾ ഡാഷിന്റെ ന്യൂ ഷേപ്പ് വണ്ടി. ഓക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു വാഗണറോ? 17 വണ്ടി. VXi അല്ലേ വരുന്നത്? VXi 4,10,000 റുപ്യ കൊടുക്കാം. കിലോമീറ്ററോ? 80,000 കിലോമീറ്റർ. രണ്ടാമത്തെ ഓണർ. വണ്ടി ഒന്നുമില്ല. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 3.5 ലക്ഷം റുപ്യ ലോൺ. ഓക്കെ എക്സ്പ്രസോ? എക്സ്പ്രസ് 2019 വണ്ടി. 2019 എത്ര വയ്ക്കുന്നത്? 3,40,000. 3,40,000. റീപ്ലേസ് എന്തെങ്കിലും മറന്നുപോയത്? ഒന്നുമില്ല. ഓക്കെ കിലോമീറ്റർ? കിലോമീറ്റർ 1 ലക്ഷം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. റിഡ്സോ? റിഡ്സ് 2016 ആണ്. ഡീസലോ പെട്രോളോ? CNG. 2016 CNG. അപ്പൊ എത്ര മൈലേജ് കിട്ടും? ഇത് 25 കിട്ടും. 25 കിട്ടും. 16 വണ്ടി ഫുള്ള് ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണല്ലോ ഉള്ളത്. ക്രെറ്റ CNG വരുമോ? ക്രെറ്റ CNG വന്നിട്ടില്ല ഇതുവരെ. വരാണെങ്കിൽ അപ്പൊ എന്നെ വിളിച്ചോളൂ. ഓക്കെ കാരണം ഓട്ടം കുറച്ച് കൂടുതലാണ്. 2016 മോഡൽ CNG ഒരു 26-28. കാരണം എന്താ പറയുക, ഇതൊക്കെ ഒരു 700 ഇത് ഒരു ഫുൾ ടാങ്ക് അടിക്കാൻ 700 റുപ്യ വേണം. ആ 700 റുപ്യക്ക് ഒരു 200 കിലോമീറ്റർ എന്തായാലും യാത്ര ചെയ്യാം. 200 നമ്മൾ ബേസ് മോഡൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 30-ന്റെ അടുത്ത് മൈലേജ് എന്തായാലും കിട്ടും. അപ്പൊ 2016 ഇത് എത്ര റേറ്റ് വരുന്നത്? ചെറിയ പൈസ എത്ര? ഒരു 1.80. 2016 ആണ്. ഞാൻ എപ്പോഴും പൈസ കുറച്ചിട്ടേ പറയുള്ളൂ. നിങ്ങൾ 1.6 പറയണ്ടേ? 3 ലക്ഷം റുപ്യ മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ 2,60,000 റുപ്യ. 2.60 നല്ല റേറ്റ് ആട്ടോ. നല്ല റേറ്റ് ആണ്. 16 വണ്ടിയാ. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. CNG-ക്ക് 60,000 റുപ്യ കയറ്റാൻ കൊടുക്കണ്ടേ? ചെറിയൊരു ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ നല്ല സുഖം. മോഡൽ 2016 കേട്ടോ. 2016 CNG ഉള്ള റിഡ്സ് 2.60 എന്തായാലും ഒരു 30 മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ CNG ഉള്ള വണ്ടി ഒരുപാട് ഉണ്ട് കേട്ടോ. ഓക്കെ ഞാൻ റിഡ്സ് ഏതാ? 2014 വണ്ടിയാ. 2014. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,10,000. ഒന്നുമില്ല. ഡീസലോ പെട്രോളോ? വണ്ടി ഡീസലോ പെട്രോളോ? ഡീസൽ. കാര്യങ്ങളൊക്കെ ചെയ്ത് 3.5 ലക്ഷം. 3 ലക്ഷം റുപ്യക്ക്. സ്വിഫ്റ്റോ? CNG കയറ്റിയാണോ? ഇല്ല, CNG കയറ്റില്ല. കയറ്റണം എന്ന് ഏതാ മോഡല്? ഇത് ഓട്ടോമാറ്റിക്ക. 2021 ഓട്ടോമാറ്റിക്. 29,000 ഓടിയത്. ഒന്നുമില്ല. സിംഗിൾ ഓണർ ഉണ്ട്. ഇത് 7,20 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ സ്വിഫ്റ്റോ? സ്വിഫ്റ്റ് 2018 വണ്ടി. ന്യൂ ഷേപ്പ്. 2012 ന്യൂ ഷേപ്പ് ഉണ്ട്. ഓണർഷിപ്പ്? 3ാമത്തെ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,06,000 കിലോമീറ്റർ. A to Z കമ്പനി. ഒന്നുമില്ല. ഇത് നമുക്ക് 5.40 ഒരു 5.15 റുപ്യ. 5.15 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? ഡീസൽ VDI. 5.5 ലക്ഷം റുപ്യ. ഏതാ മോഡല്? 2018 ഡീസൽ. കിലോമീറ്റർ 1,10,000. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. എത്ര ലോൺ കയറും? 5.5 കയറുമോ? 5 എന്തായാലും കയറ്റാം. ഒരു 50,000 രൂപ വണ്ടി പഠിച്ചു കാര്യം ഇവിടെ നടക്കാം. ഓക്കെ ആ സ്വിഫ്റ്റോ?
ആ സ്വിഫ്റ്റ് 2014. 2014. ഡീസൽ പെട്രോളോ? ഡീസല്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5. ലാസ്റ്റ് ഫൈൻ എത്ര? ഇത് 3,95,000 റുപ്യ കൊടുക്കാൻ 395. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏതാ വരുന്നത്? ഇതാണോ അടിപൊളി കേരള വണ്ടി എത്തിയോസ്. ഏതാ മോഡല്? ഒറിജിനൽ കേരള വണ്ടി 1.5 ലക്ഷം. ഇത് ബ്ലാക്ക് തന്നെ കമ്പനി ബ്ലാക്ക് എഡിഷൻ. ബ്ലാക്ക് പുലി. കരിമ്പുലി. ഏതാ? 2012 GDSP എയർ ബാഗും ABS-ഉം പിന്നെ കേരള വണ്ടി, അതും ബ്ലാക്ക് കളർ. ലാസ്റ്റ് ഫൈനൽ എത്ര വേണം? 4 ലക്ഷം റുപ്യ. 3,95,000 റുപ്യ കൊടുക്കാം. 3,90,000 കൊടുക്കാം. മാക്സിമം ഇൻഷുറൻസും ചെയ്തു കൊടുക്കാം. ഈ ആൾട്ടോണറോ? 2022. 2022. ഓട്ടം കുറവായിരിക്കല്ലേ? 2 എയർ ബാഗ് വരുന്ന വണ്ടി. ഓട്ടം കുറവായിരിക്കല്ലേ? ഓട്ടം കുറവാ. നിങ്ങളെ ആൾട്ടോണറൊക്കെ ഫുള്ളും ഓട്ടം കുറവാണ്. 4 പുതിയ ടയർ വെക്കാൻ. എത്ര ഓട്ടം ഉണ്ട്? 30. ലാസ്റ്റ് എത്ര വയ്ക്കുന്നത്? നിങ്ങളെ കമ്പനിയുടെ ഡീലിംഗ് ആണോ? അങ്ങനൊന്നുമില്ല. ജനങ്ങൾക്ക് ഇയാളെ ചിരി മാറും. ജനങ്ങൾക്ക് കമ്പനിന്ന് പുതിയ വണ്ടി കിട്ടുന്നില്ല, നമ്മൾ കൊടുക്കാം. 4 ഉണ്ട്. കമ്പനി ഡയറക്റ്റ് പോയി എംകെയിലേക്കാണോ ഇറക്കുന്നത്? ഇത് ലാസ്റ്റ് 4 ജേക്കന്റെ പുത്തൻ അറിയപ്പെട്ടതാ. ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് ഈ വണ്ടി ഇറങ്ങേണ്ട അന്ന് മുതലേ നമുക്ക് 1 വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അല്ല, എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 3,90,000 റുപ്യ. 3,90,000 2022 30,000 കിലോമീറ്റർ 2 എയർ ബാഗ് വരുന്ന വണ്ടി. ഈ ഒരു ആൾട്ടോ 21. എത്ര ഓട്ടോ ഓടിക്കുന്നത്? ഇത് 38,000 ഓടി. എത്ര വയ്ക്കുന്നത്? 4 ടയർ അതേ മൈക്ക് ജാക്ക്. അല്ല, എല്ലാത്തിനും ജാക്ക ഉണ്ട്, സമ്മതിച്ച്. എല്ലാ ഇത് എത്ര ലാസ്റ്റ് വരല്? ഇത് 3,45 ലക്ഷം. 3,45. ഈ ഒരു ആൾട്ടോണറോ? ഈ ആൾട്ടോണർ 2021. എത്ര ഓട്ടോ ഓടിക്കുന്നത്? ഇത് 28,000 ഓട്ടം. 28,000. ആ 30-28 ആ റേഞ്ചിലാണ് പോണത്. ഇത് എത്ര റേറ്റ്? ഇതും 3,50, 3,80, 3,45 റുപ്യ. ഓക്കെ. ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ 2013. 2013. 1,90,000 റുപ്യ ഫൈനൽ കൊടുക്കാം. 2013 1,90,000. എത്ര ഓട്ടോ ഓടിക്കുന്നത്? 90,000 ഓടി. 2ാമത്തെ ഓണർ. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കമ്പനിന്ന് എടുത്തത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 90 അല്ലേ? മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം ഇൻഷാല്ലാ. ആ ഹോണ്ട അമേസ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഹോണ്ട അമേസ് ഡീസൽ ഏതാ മോഡൽ? 2013. 2014. കമ്മിയാക്കല്ലേ. ഓണർഷിപ്പ് 3. കിലോമീറ്ററോ? 1.5. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈൻ എത്ര? അതിന്റെ ഉള്ളിലെ നീറ്റ് ആൻഡ് ക്വാളിറ്റി നോക്കി. ഓക്കെ. അല്ല, വണ്ടികളൊക്കെ നല്ല ക്ലീൻ വണ്ടികളാണ്. ഓട്ടം കുറഞ്ഞ, കിലോമീറ്റർ കുറഞ്ഞ നല്ല വണ്ടികളാണ്. പക്ഷേ ഞാൻ ഓപ്പറായിട്ട് മൊത്തം പറയുകയാണല്ലോ, ഒരു 5,000-10,000 മാറ്റം വരുന്നുണ്ട്. പക്ഷെ നല്ല വണ്ടിയാണ്. ഇവിടെ നിങ്ങൾ കണ്ടില് ഏതെങ്കിലും ഞാൻ ഇതാക്കി പറയല്ല, അപ്രോണ് പോയതോ പേസ്റ്റ് പോയതോ ഏതേലും വണ്ടികൾ കാട്ടിത്തരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഏതാ വണ്ടി നല്ലത് വന്ന് നിങ്ങൾക്ക് കിട്ടുപോവാം. അപ്രോണ് പോയൊരു വണ്ടിന്റെ ഷോപ്പിൽ ടോട്ടൽ ലോസ് ഫ്ലഡ് നിങ്ങൾ കാട്ടിത്തരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്തേ. ഇപ്പത്തെ കണ്ടീഷനില് എന്താ വെച്ചാ ഒരിക്കലും കേറ്റൂല. എന്തെങ്കിലും മാറ്റത്തിന് കാണിച്ചു കൊടുത്താൽ ചിലപ്പോ കാറ് കിട്ടും. കച്ചവടമായ കറക്റ്റ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ കാട്ടിയേക്കോളെ. ഇവിടെ അപ്രോണ് പോയൊരു വണ്ടി, കുറ്റി പോയൊരു വണ്ടികൾ തരാക്കൂലല്ലോ. നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കണോ? കാറിന്റെ 100 ചില്ലാൻ വണ്ടിയില് ഒരു അപ്രോണ് പോയ വണ്ടി ഈ സ്പോട്ടിൽ നിങ്ങൾ കാട്ടി തന്നോളി. അപ്പൊ മൂപ്പര് അത്രക്ക് ഉറപ്പിച്ച് പറയണെങ്കിൽ സംഗതി ചിലപ്പോൾ ഉണ്ടാവൂല. അപ്പൊ അതിനുകൊണ്ട് ഞാൻ ക്രെറ്റ എന്നുള്ള സ്വപ്നം ഞാൻ ഒഴിവാക്കിയാണ് വേണ്ടത്. ഞാൻ ഒന്നുണ്ടായിട്ട് പറയല്ല. ഞാൻ എന്താ വെച്ചാല് വില എല്ലാം ഉദ്ദേശിക്കണ്ടേ, ക്വാളിറ്റി ഉദ്ദേശിക്കാം. ഒരു വണ്ടി എടുക്കാൻ വരുന്നവനെ ഓന്റെ സ്വപ്നാണ്. അത് നമ്മൾ 10-15 കുറച്ച് കൊടുത്തുകാണ്ട് ഒരു ചെണ്ട വണ്ടി കൊടുത്തിട്ട് കാര്യമില്ല. നല്ല വണ്ടി കൊടുക്കാം. എപ്പോഴും ആ ബന്ധം ഉണ്ടാവും. എപ്പോഴും ബന്ധം ഉണ്ടാവും. ഇന്നലെ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചാൽ എന്നോട് പറഞ്ഞു, ഇജ്ജ് വൈഫിന് വണ്ടി കൊടുത്ത് ഞാൻ മറക്കൂലട്ടാ, ഞാൻ ഇപ്പൊ ഉള്ളത് അറമ്മിലാണ്, എനിക്കും വേണ്ടിട്ട് ദുആ ചെയ്യാൻ. അത് നമുക്ക് വലിയൊരു ഹയറാണ്. അല്ല, നല്ല ചെണ്ട വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്നും മറ്റേതാണ്. നോക്കിയില് പറഞ്ഞല്ലോ, മാക്സിമം 3ാമത്തെ ഓണർ, 4ാമത്തെ ഓണർ ഇല്ല എന്നല്ല, മാക്സിമം സിംഗിൾ ഓണർ. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാ വണ്ടിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ. വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം മനുഷ്യന് പോലും ഗ്യാരണ്ടി ഇല്ല, പിന്നാണ് ഇലക്ട്രോണിക് വണ്ടിക്ക് ഗ്യാരണ്ടി. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഉത്തരവാദിത്തം നിങ്ങൾ എടുക്കുക. നമ്മളെ എംകെന്റെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം മച്ചിങ്ങൽ എംകെ യൂസർ കാറിൽ വന്നാൽ മതി. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് റോഡിൽ നേരെ ഓപ്പോസിറ്റ്, ക്ലാസിക് ഉണ്ടായ നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ മലപ്പുറം മച്ചിങ്ങൽ ബസ് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിന്റെ നേരെ മുന്നിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കില് എംകെ യൂസർ കാറിൽ വരാൻ അടിയിൽ നമ്പർ കൊടുത്തിട്ട് ബാഗും വിളിച്ചോണ്ട് മിസ്സാക്കാൻ നിൽക്കണ്ട.